ചെരുപ്പ് ഓടുക. ആന വരുമ്പോ ചെരുപ്പൊന്നും നോക്കത്തില്ല, അമ്മ ആരെയും നോക്കത്തില്ല. വെയിലടിച്ചിട്ടേനോ. ഇപ്പോൾ സമയം പുലർച്ചെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് നമ്മൾ നിലമ്പൂർക്കും. തൃപ്പൂണിത്തറയിൽ നിന്ന് 6:15 കഴിയുമ്പോൾ ഉള്ള കോട്ടയം നിലമ്പൂർ പാസഞ്ചറിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏകദേശം 5:40 കഴിഞ്ഞപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ ഒരു സമയത്തൊരു നിലമ്പൂർ യാത്ര പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ട്രെയിൻ കിട്ടാതെ മാറി കയറി ഓടിയ കഥയൊക്കെ ഒന്നും പറയണ്ട. ഇത്തവണ എന്തായാലും പുലർച്ചെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിലമ്പൂർ യാത്രയെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കണം കേട്ടോ. ട്രെയിൻ ഏകദേശം 6:19 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടിയതും മഴയായതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലാത്തതും യാത്ര ഒരു സുഖകരമാക്കിയിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം, നേരത്തെയൊക്കെ നിലമ്പൂർക്ക് പോകുമ്പോൾ ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെ നമുക്ക് ചുറ്റും തേക്കിന്റെ പ്ലാന്റേഷൻ കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ പരിപാടി കാരണം അത് കുറേയൊക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 66 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് 1920-കളിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ്. തേക്ക് ഒരു എക്സ്പെൻസീവ് വുഡ് ആയതുകൊണ്ടും അതിന് പല ഉപയോഗങ്ങൾ ഉള്ളതുകൊണ്ടും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനാണ് ഈ ഒരു റെയിൽവേ ലൈൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1941-ല് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ റെയിൽവേ ലൈൻ കുറെ നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. പബ്ലിക്കിന്റെ ഡിമാൻഡ് മൂലം 1954-ലാണ് വീണ്ടും ഇത് റെസ്റ്റോർ ചെയ്യപ്പെട്ടത്. കഥയും ചരിത്രവും അവിടെ തൽക്കാലം നിൽക്കട്ടെ. 11:30 നമ്മൾ നിലമ്പൂർക്ക് എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കാത്ത് ഇതാ യൂണിഫോമിൽ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. വെളുപ്പാങ്കാലത്ത് കഴിച്ച ബ്രെഡ് ടോസ്റ്റും ചായയൊക്കെ എന്തായാലും ദഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 11:30 കൊണ്ട് ഊണ് കഴിക്കണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏട്ടൻ ഒഴികെ ഞങ്ങളെല്ലാവരും ലഞ്ചിലേക്കും പോയി. ഏട്ടൻ പൊറോട്ടയും ചായയും ചിക്കൻ കറിയുമാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഏട്ടൻ വാങ്ങിയ ചിക്കൻ കറിക്ക് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ രുചിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഉണ്ണിച്ചേട്ടൻ ബുക്ക് ചെയ്ത് റൂമിലേക്ക് പോവുകയാണ്. അവിടുന്ന് പിന്നെ റെഡി ആയിട്ട് ഇന്ന് നിലമ്പൂർ ഭാഗമൊക്കെ കറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ എന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടന്റെ കൊളീഗിന്റെ കാറാണ്. ഇന്നുള്ള ഈ യാത്രയിൽ ഈ കാർ ഒരു വലിയ ഉപകാരമായിരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇക്കാണുന്ന സ്ഥലത്തിന്റെ പേരും വിവരവും ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു സമാധാനം തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു. പോകുന്ന വഴി ഉണ്ണിച്ചേട്ടൻ ഒരു നിർദ്ദേശം തന്നിരുന്നു. കാടൊക്കെ ആസ്വദിക്കുന്നത് കൊള്ളാം, ഇടയ്ക്കൊന്നൊരു ശ്രദ്ധ വേണം, ചിലപ്പോൾ ആനയൊക്കെ വന്ന് സൈഡിൽ നിൽക്കുന്നുണ്ടാവും. ഞങ്ങളെക്കാളേറെ കാടിനെ അറിയുന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതിനെ ഞങ്ങൾ ആരും അങ്ങനെ അത്ര വേഗം തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രിക്വേഷൻ നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു. ആന വന്നാൽ ഒന്നും നോക്കരുത്, ആരെയും നോക്കരുത്, ഒരു ഒറ്റ ഓട്ടം ഓടണം. ഇതുവഴി വാ, ഇതുവഴി വാ. ഇല്ല, അമ്മ പറഞ്ഞ അമ്മയുടെ ചെരുപ്പേ പൊട്ടിപ്പോവും, നിങ്ങൾ നോക്കും, ഞാൻ ഇവിടെ നിൽക്കാം. ആന വന്നാൽ ചെരുപ്പ് ഓടുക. ഹായ് ഗായ്സ്. ആന വരുമ്പോ ചെരുപ്പൊന്നും നോക്കത്തില്ല, അമ്മ ആരെയും നോക്കത്തില്ല. സത്യം പറയാലോ, ഒന്ന് ആന വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ചെറുതായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഉപദ്രവമൊന്നും ഉണ്ടാക്കാനല്ല, പക്ഷെ ഈ യാത്രയുടെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിനെ ഒന്ന് കൂട്ടാൻ വേണ്ടി അതൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ രഹസ്യമായിട്ട് ആഗ്രഹിച്ചിരുന്നു. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്ക് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റ് ഡിസ്റ്റർബൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വീഡിയോയിലെ ശബ്ദം ആക്ച്വലി മ്യൂട്ട് ചെയ്ത് വെക്കാൻ ഞാൻ നിർബന്ധിതയാകുന്നുണ്ട്. പക്ഷേ ഈ കാടിൻ്റെ ഈ ഒരു ചീവിടിൻ്റെ ഒക്കെ ശബ്ദം അതിനെ മ്യൂട്ട് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല.
ഇപ്പോ ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാടിനെ നമ്മൾ അതിൻ്റെ ഒരു തനത് രൂപത്തിൽ കാണുന്നത്, ഈ ചീവീടുകളുടെ ശബ്ദം കേൾക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു റിട്രീറ്റ് എന്ന് പറയില്ലേ? അതാണ് എനിക്കിവിടെ പോയപ്പോൾ തോന്നിയത്. സോ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ഒരു ഫോറസ്റ്റിന്റെ തന്നെ ഒരു സെൻട്രൽ നഴ്സറിയിലേക്കാണ്. ഇവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് യൂഷ്വലി നഴ്സറികളിലുള്ള പോലെ തന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ സൈഡിൽ ഈ റിങ്ങിൽ നട്ടിരിക്കുന്ന മരങ്ങളെന്ന് പറയുന്നത് ഓരോ നാളുകാരുടെ മരങ്ങളായിരുന്നു. അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ഇന്ന ഇന്ന നാളും അതിന്റെ പേരും ഒക്കെ. നഴ്സറിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഉണ്ണിച്ചേട്ടന്റെ ഓഫീസിന്റെ അങ്ങോട്ടായിരുന്നു. അവിടെയുള്ള ഉണ്ണിച്ചേട്ടന്റെ 2 കൊളീഗ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡിവിഷൻ ഓഫീസിന്റെ ബാക്കിലായിട്ട് ഇവിടെ ഒരു കുളം കുഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, കാട്ടിലുള്ള മറ്റ് മൃഗങ്ങളൊക്കെ ഇവിടെ വരുമ്പം അവർക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. ഇത് എന്തിനുള്ള കുളവാ? ഓ, ദേ ആ കാണുന്ന സ്പോട്ടിനെ കുറിച്ചാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. അവിടെ ആ പുല്ല് കാണാത്ത ആ ഒരു സ്പേസ് കണ്ടോ? അവിടെ നാട്ടിലിറങ്ങിയ ഒരു വലിയ പന്നീനെ കൊന്നിട്ട് കുഴിച്ചിട്ട സ്ഥലമാണ്. ഇതാണ് നാട്ടിലിറങ്ങിയ പന്നിയെ കുഴിച്ചിട്ട സ്ഥലം. ദേ ആ കാണുന്ന സ്പോട്ട്. ഇപ്പൊ കൊടയും മടിയുമായിട്ട് അവിടെ കിടന്നേ. മഴയും ചെളിയൊക്കെ ആയതുകൊണ്ട് എവിടെങ്കിലുമൊക്കെ ആരെങ്കിലും വീഴാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കും അമ്മയ്ക്കാണെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും വീഴുന്നത് കണ്ടാൽ ഞങ്ങൾ ആദ്യം തന്നെ ചിരിക്കും. ഞാൻ ഒറ്റയ്ക്കുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത്രയും ചിരി വരാറില്ല. പക്ഷെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചിരിച്ചിരിക്കും. അമ്മ പറയുന്നത് എനിക്കാണ് ചിരി ആദ്യം വരുന്നതെന്നാണ്. എന്നാൽ ഞാൻ പറയുന്നത് അമ്മയ്ക്കാണ് ചിരി ആദ്യം വരുന്നതെന്നാണ്. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ എവിടെയാണ് ശരിക്കുമുള്ള സത്യം. അരം പ്ലസ് അരം കിന്നരം എന്നാണല്ലോ. ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് ചേരുന്നത് തന്നെയായിരിക്കാം ചിലപ്പോൾ പ്രശ്നം. ഡിവിഷൻ ഓഫീസിന്റെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കക്കാടംപൊയിലേക്കാണ്. കുറേ കാലം കൊണ്ട് കക്കാടംപൊയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് അതിന് സമയം ഒത്തുവന്നത്. ഉണ്ണിച്ചേട്ടന്റെ കൊളീഗ് ആനന്ദിയേട്ടൻ, കൊളീഗ് മാത്രമല്ല അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടും കൂടെയാണ്. ആനന്ദിയേട്ടൻ കക്കാടംപൊയിലാണ് ഉള്ളത്. ഉണ്ണിച്ചേട്ടന്റെ PSC പഠന സമയത്ത് ഉണ്ണിച്ചേട്ടൻ ആദ്യം എഴുതിയ പരീക്ഷയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടേത്. ആ ജോലിയിൽ തന്നെയാണ് ഉണ്ണിച്ചേട്ടൻ ഇന്ന് പ്രവേശിച്ചിരിക്കുന്നതും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2018, 2019 കാലഘട്ടത്തിൽ ഇവരുടെ ജോലിയുടെ ലിസ്റ്റ് റദ്ദാക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് ഇവരൊരു സമരത്തിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ആനന്ദേട്ടനും ഉണ്ണിച്ചേട്ടനും പരിചയക്കാരായിരുന്നു. കക്കാടംപൊയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാലത്തിന്റെ അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതാണ് കുരുമൻപുഴ. ചാലിയാർ നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് കുരുമൻപുഴ എന്നുള്ളത്. കുരുമൻപുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബോർഡർ ചെയ്യുന്ന കാടുകളിൽ നിന്നാണ്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ വീണ്ടും കക്കാടംപൊയിലേക്ക് യാത്ര തുടർന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല. ശനിയോ ഞായറോ ആണെങ്കിൽ ഈ റൂട്ടൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണെന്നാണ് ഉണ്ണിച്ചേട്ടൻ പറയുന്നത്. കുടുങ്ങിയാണ്. ഇതാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ വളവ്. യെസ് ആയിട്ട് അത് കേറ്റമാണോ അതോ അയ്യോ അവിടെ വന്ന ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ കിട്ടണ്ട. അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ദൈവമേ ഉണ്ണിക്ക് ഇങ്ങോട്ടേക്കൊന്നും ട്രാൻസ്ഫർ കിട്ടല്ലേ എന്ന്. നമ്മൾ എത്രയൊക്കെ വലുതായാലും നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ചെറിയ മക്കളാണ്. കാടും മലയും പുഴയും പുലിയും ആനയും എല്ലാം ചേർന്നതാണ് ഉണ്ണിച്ചേട്ടന്റെ ജോലിയുടെ രീതി. ഇതൊക്കെ നേരിടാനുള്ള ട്രെയിനിങ്ങും ഇവർക്കൊക്കെ കിട്ടുന്നതുമാണ്. പക്ഷെ എന്നാലും അമ്മയ്ക്ക് എന്നും ഉണ്ണിച്ചേട്ടൻ അമ്മയുടെ ഉണ്ണിക്കുട്ടനാണ്. പോകുന്ന റൂട്ടിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴി ഒരു വളവാണെന്നാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ എന്തായാലും ആ വളവും കടന്ന് അപ്പുറത്തെത്തിയിരുന്നു. കാറിന്റെ ഉള്ളില് ബാക്ക് സീറ്റില് നടുവിലിരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭംഗിയുള്ള വ്യൂ ഒന്നും എനിക്കധികം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴി ഒരു ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ ആ സ്പോട്ട് കാണാൻ. തിരിച്ചു വരുമ്പം ഇവിടെ നിന്നൊരു ചായ കുടിക്കണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പം അത് ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. കാരണം തിരിച്ചിറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. 4:30 ഞങ്ങൾ അങ്ങനെ കക്കാടംപൊയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആനന്ദേട്ടൻ താമസിക്കുന്ന മുറി ദേ ഇതിന് പുറകിലാണ് ട്ടോ. ആനന്ദേട്ടന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ ആനന്ദേട്ടന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം മഴ അധികം കടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ദേ കാണാനുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ എൻട്രി ഫീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഉണ്ണിച്ചേട്ടന്റെ ഫാമിലി ആയതുകൊണ്ട് അത് വേണ്ടി വന്നിട്ടുണ്ടായില്ല.
ഈ വെള്ളമാണോ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ? കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. ആ കുഴലിലൂടെ വരുന്ന വെള്ളം ശുദ്ധജലമാണ്. അത് പൈപ്പ് തുറന്നു വിട്ടിട്ടുള്ള വെള്ളമല്ല. അത് ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് വരുന്ന വെള്ളമാണ്. ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാനും അത് ഇത്തിരി കുടിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ബോർഡറിലാണ് കക്കാടംപൊയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. വിക്കിപീഡിയ പറയുന്നത് പ്രകാരം കക്കാടംപൊയിലെ ക്ലൈമറ്റ് 4 സീസണുകളാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലവും, മാർച്ച് മുതൽ മെയ് വരെ മധ്യവേനലും, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷവും, ഒക്ടോബർ മുതൽ നവംബർ വരെ തുലാവർഷവുമാണ്. കക്കാടംപൊയിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 15 ഡിഗ്രി വരെ തണുപ്പുള്ള സമയത്തും 30 ഡിഗ്രി വരെ അതിചൂടുള്ള സമയത്തും വരുന്നു എന്നാണ് വിക്കിപീഡിയ പറയുന്ന മറ്റൊരു കാര്യം. ഇപ്പൊ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഈ പാറയുടെ പുറത്തൊക്കെ നല്ല വഴുക്കലുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്കും എനിക്കും ചിരിക്കാനായിട്ടുള്ള വകയുണ്ടാവും. നമ്മുടെ മനസ്സും ശരീരവും കണക്റ്റഡ് ആണെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ? ഇവിടെ വരുമ്പോൾ നമ്മുടെ ശരീരം തണുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ മനസ്സും തണുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയും ഞായറും ആണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ഇവിടെ നല്ല ക്രൗഡഡ് ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. ഒരു 5 മണിയോടടുത്ത് നമ്മൾ അങ്ങനെ കക്കാടം പോയിന്ന് ഇറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്ന വഴി ഉണ്ണിച്ചേട്ടൻ ഞങ്ങളെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയിരുന്നു. 2020 എനിക്ക് ബീഫ് അലർജി വന്നത് എന്റെ ജീവിതത്തിലെ ഒരു നഷ്ടമാണെന്ന് എനിക്ക് ഇവിടുത്തെ ബീഫ് കറി കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഞാനൊഴികെ ഇവരെല്ലാരും ബീഫും പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെയാണ് കഴിച്ചത്. മുട്ടക്കറിയും ചപ്പാത്തിയും കൂട്ടി ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കക്കാടംപൊയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴി വീണ്ടും ഒരു ചെറിയ സ്പോട്ടിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പടവുകളുടെ മുകളിലായിട്ട് ഒരു വൻ മരം വീണ് നിൽക്കുന്നതും കണ്ടു. അവിടെ പോയി 1-2 ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പുറത്തുള്ള ഒരു പാലത്തിന്റെ അടുത്തേക്ക് നടന്നു. അവിടുന്ന് ഞങ്ങളുടെ പിന്നാലെ ഒരാളും കൂടെ കൂടി. എത്ര ഓടിച്ചു വിട്ടിട്ടും ഞങ്ങളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു. വലിയ ഉപദ്രവകാരിയൊന്നും അല്ല. എന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലോ എന്നോർത്ത് അധികം അടുപ്പിച്ചില്ല. നമ്മളിതേ ആ കാണുന്ന പാലത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആരെയും ഉപദ്രവിക്കാതെ നല്ല പ്രകൃതി രമണീയതയിൽ മുഴുകിയിരുന്ന് ചെറിയ രീതിയിൽ ഒരു വെള്ളവടിയും ചൂണ്ടയിടലുമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് കണ്ടപ്പോഴേ അവര് പതുക്കെ കുപ്പിയും സാധനങ്ങളും ഒക്കെ പതുക്കെ മാറ്റിവെച്ചു. ഞങ്ങളുടെ കൂടെ കൂടിയ ഇവനെ കണ്ടിട്ട് ദേ കൂടെ വേറൊരാളും വന്നിട്ടുണ്ട്. നീയാള് കൊള്ളാലോടാ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇനി ആൾക്കാരെ കൊണ്ടുവരുമോ? എന്തായാലും അതുവരെ ഒന്നും കാത്തു നിൽക്കാതെ അവനോട് സ്നേഹത്തിലൊരു ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു മടങ്ങുകയാണ്. റൂമിലെത്തിയതും കിടന്നുറങ്ങിയതും വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ അന്ന് എലൈറ്റ് ഹോട്ടലിൽ നിന്ന് 6 മണിയോടടുത്ത് കഴിച്ച ഭക്ഷണം നമ്മളുടെ ഡിന്നർ ആവുകയും ചെയ്തു. നമ്മൾ ഇത്തവണ നിലമ്പൂർ വന്നപ്പോൾ തങ്ങിയത് തേക്ക് മ്യൂസിയത്തിനടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു. റൂമിനടുത്തായിട്ട് തന്നെയാണ് ഉടുപ്പി ഹോട്ടൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെമ്മന്തട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ കരുളായി ബസ്സിനാണ് കയറുന്നത്. കേറിയ ബസ്സിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പല സീറ്റുകളിലായാണ് ഞങ്ങൾ ഇരുന്നത്. അമ്പലത്തിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴാണ് ഏട്ടന്റെ കയ്യിലിരുന്ന കുട കാണുവാനില്ല എന്നുള്ളത് മനസ്സിലായത്. കാണാതെ പോയതല്ല, ഏട്ടൻ ബസ്സിൽ വെച്ച് മറന്നുപോയതാണ്. ഏകദേശം ഒരു 8:45 ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രം. ഏതാണ്ട് 6000 വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്ന ഈ കാവിനെ കുറിച്ച് വളരെയധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ വനദുർഗയാണ്. ദുർഗാക്ഷേത്രങ്ങളിൽ വനദുർഗാ ക്ഷേത്രങ്ങൾക്കുള്ള പ്രത്യേകത ശ്രീകോവിലിന് മേൽക്കൂര ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പുഴ കണ്ടോ, ഇതിന്റെ പേര് കരിമ്പുഴ എന്നാണ്. ഇപ്പോ ഉള്ള ചെമ്മന്തിട്ട കാവിന് കുറച്ച് അകലെയായി ചെമ്മന്തിട്ട എന്നൊരു ദേശമുണ്ടായിരുന്നു. ദ്വാപര യുഗത്തില് ഇവിടെ നിരവധി ബ്രാഹ്മണര് താമസിച്ചിരുന്നു. അവര് പരദേവതയായിട്ട് കണക്കാക്കിയിരുന്നത് ഈ വനദുർഗയായിരുന്നു. ഐതിഹ്യ കഥ പറയുന്നത് ഈ ബ്രാഹ്മണ കുടുംബത്തെ ഒരു പരാക്രമി ആക്രമിക്കുകയും അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ആയിരുന്നു എന്ന്. അതോടെ പരദേവതാ ക്ഷേത്രം അനാഥമാവുകയായിരുന്നു. പിന്നീട് ഈ ദേവി ചൈതന്യം ഇവിടത്തെ ജലാശയത്തിലൂടെ ഒഴുകി ഈ ദേവീസ്ഥാനത്ത് എത്തിപ്പെടുകയും ചെയ്തു. ഈ കാവിന്റെ അധികാരം ആദിമ ബ്രാഹ്മണരിലും പിന്നീട് ക്ഷത്രിയന്മാരിലേക്കും പിന്നീട് നായർ സമുദായത്തിലേക്കുമാണ് കൈമാറിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ കാവ് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ അണ്ടറിലാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്.
ഈ അമ്പലത്തിന്റെ ചുറ്റുമുള്ള കാവിനെ അതുപോലെ തന്നെ അവർ സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങോട്ടേക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുക്കാനും ശ്രമിച്ചിട്ടില്ല. പൂമൂടലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതുപോലെ മറ്റ് വഴിപാടുകളും ഇവിടെയുണ്ട്. അമ്പലത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് ചന്തക്കുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കണ്ട ഒരു ബസ് കണ്ടക്ടറിന്റെ അടുത്ത് നിന്ന് നമ്മൾ ആദ്യം പോയ കരുളായി ബസ്സിലെ ഡ്രൈവറിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാല് നമുക്ക് കാണാതെ പോയ കൊട തിരിച്ചു പിടിക്കണ്ടേ? ഇന്ന് 3 മണിക്ക് ശേഷമുള്ള ട്രെയിന് നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് പോവാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഊണ് കഴിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയവും കൂടെ കഴിഞ്ഞാലും ഇത്തിരി സമയം നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് ഒന്നും കൂടെ പോകാന്ന് കരുതി. മാനത്തേക്ക് നോക്കുമ്പോൾ തന്നിഷ്ടക്കാരനായ ഒരു കൗമാരക്കാരനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തോന്നുമ്പോൾ മഴ പെയ്യും, തോന്നുമ്പോൾ വെയിൽ വരും. കാലാവസ്ഥയെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനോട് പൊരുത്തപ്പെടാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ചില മനുഷ്യരോടെന്ന പോലെ കണ്ടിട്ടില്ലേ, ചില മനുഷ്യരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അവരോട് ഈ കാലാവസ്ഥയോട് നമ്മൾ പൊരുത്തപ്പെടുന്നത് പോലെ പൊരുത്തപ്പെടുക. തേക്ക് മ്യൂസിയത്തിലെ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് ഇറങ്ങിയതും മഴ പെയ്യാൻ തുടങ്ങി. ഇനി എന്താ ചെയ്യാൻ പറ്റാ, മേൽക്കൂരയുള്ള ഒരു സ്ഥലം നോക്കി പൊരുത്തപ്പെടുക തന്നെ. കുറച്ചു നേരം മഴ തോരുന്നത് വരെ ഞങ്ങൾ ആ ഓർക്കിഡ് ഗാർഡന്റെ ഉള്ളില് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഓർക്കിഡ് പൂക്കളെയൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. മഴയൊന്ന് ചെറുതായിട്ട് തോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്കാണ് പോയത്. ഓർക്കിഡ് ഗാർഡന്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടൻ നമ്മുടെ കരുളായി ബസ് ഡ്രൈവറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. കൊട എന്തായാലും വണ്ടിയിൽ തന്നെയുണ്ട്. ബസ് റിട്ടേൺ വരുന്ന സമയം നോക്കി നമ്മൾ ചന്തക്കുന്ന് പോയി കൊട കളക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫാമിലിയുടെ കൂടെയും അല്ലാതെയുമായിട്ട് ഞാനിപ്പോൾ തേക്ക് മ്യൂസിയത്തിൽ ഒരു 3-4 തവണയിലധികമായി വരുന്നുണ്ട്. ഇന്ന് ഞാൻ കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുത്തിട്ട് അതിന്റെ സൈഡിൽ എഴുതിയ ചില കാര്യങ്ങളൊക്കെ വായിക്കാനും ശ്രമിച്ചിരുന്നു. നിലമ്പൂര് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തേക്ക് പ്ലാന്റേഷൻ ബ്രിട്ടീഷുകാര് 1840കളിലാണ് പണി കഴിപ്പിക്കുന്നത്. ആ ഒരു പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് 1995 KFRI, അതായത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ മ്യൂസിയം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് 480 വർഷം പഴക്കമുള്ള ഒരു തേക്കിന്റെ സ്റ്റംപ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇതിന്റെ ഓരോ ആനുവൽ റിങ്ങിനും ഓരോ കഥകൾ പറയാനുണ്ടാകും. സാധാരണ വരുമ്പം ഇതൊന്നും വായിക്കാതെ പോകുന്ന ഞാൻ ഇവിടെ ഒരു ലേശം ശ്രദ്ധ കൊടുത്തിരുന്നു. 300-ൽ പരം ഇൻസെക്റ്റുകളെ ഇവരിവിടെ സ്പെസിമൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ചിത്രശലഭങ്ങളും മോത്തുകളും വെട്ടിലുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ബൊട്ടാനിസ്റ്റുകൾ ഈ ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടുകളിലും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കകാലത്ത് ടീക്ക് പ്ലാന്റേഷനിൽ കുറെ ഇൻസെക്ട് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ തേക്കിന്റെ തടിയിൽ ഉണ്ടാവുന്ന കേടുപാടുകളെയും ആ ഇൻസെക്റ്റിന്റെ അറ്റാക്കുകളെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു പഠനം അവരെ സഹായിച്ചിരുന്നു. ഇന്നും തടിയുടെ ക്വാളിറ്റി ഒക്കെ സംരക്ഷിക്കാനായിട്ട് KFRIയുടെ നേതൃത്വത്തിലും ഇതുപോലുള്ള റിസർച്ചുകളും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മ്യൂസിയത്തിൽ പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ബോറടിക്കുന്ന ഒരു പരിപാടിയാണ്. വ്ലോഗ് എടുക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണോ ഇതൊക്കെ ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതെന്നും എനിക്കറിയില്ല കേട്ടോ. എന്റെ വ്ലോഗ് കാണുന്നതിലൂടെ നിങ്ങൾക്കും എന്തെങ്കിലും ഉപകാരമായിക്കോട്ടെ, അതുപോലെ എനിക്കും 10 അറിവ് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ തേക്ക് മ്യൂസിയത്തിൽ വന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഓരോ ഇൻസെക്ട് സ്പെസിമെനെയും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു. ഞാൻ സാധാരണ വിചാരിക്കുന്നത് പോലെ അത്ര ബോറ് പരിപാടിയല്ല ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വായിക്കുന്നതെന്ന് എനിക്കിന്ന് തോന്നി. മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതിപ്പോ തന്നെ അത്യാവശ്യം ഒരു ലോങ് വീഡിയോ ആണ്. പിന്നെ ദാ ഈ കാണുന്നത് കണ്ടോ? തേക്കിനോട് സാമ്യമുള്ള തടികളാണ് ഇതൊക്കെ. ഇത് കണ്ടിട്ട് നമ്മൾ തേക്കാണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസുകളുണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കമ്പോളത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കണം. ഭാവിയിൽ വീട് പണിയാനുള്ളവരോ ഇപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവരോ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഉണ്ണിച്ചേട്ടൻ നേരെ ചന്തക്കുന്നിലേക്ക് പോയി. നമ്മുടെ കൊട വാങ്ങിയിട്ട് വരണമല്ലോ. കൊട വാങ്ങാൻ പോയ ആളുടെ കയ്യിൽ ഒരു പിങ്ക് കളറിലെ കൊട കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ 2 കൊട കയ്യിലുണ്ടോ എന്നുള്ളത് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും 2 കൊടയും ഭദ്രമായി തന്നെ ഉണ്ണിച്ചേട്ടൻ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. തേക്ക് മ്യൂസിയത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡും കഴിച്ചു. റൂമിൽ പോയിട്ട് സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങാടിപ്പുറത്തേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ തിരുമാന്താംകുന്ന് അമ്പലത്തിലേക്ക്. ഏകദേശം ഒരു 3:15-നാണ് നിലമ്പൂരിൽ നിന്ന് നമുക്ക് അങ്ങാടിപ്പുറത്തേക്കുള്ള ട്രെയിൻ ഉള്ളത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഓൾറെഡി ഈ ട്രെയിൻ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. വലിയ തിരക്കുകളൊന്നുമില്ലാതെ 4 മണിയോടടുത്ത് നമ്മൾ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 ഓട്ടോകളിലായിട്ട് ഞങ്ങൾ തിരുമാന്താംകുന്ന് അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് എത്തി.
അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള ശ്രീലകം എന്ന് പറയുന്ന ഒരു ഹോട്ടൽ റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സാമാന്യം വലിപ്പമുള്ള, അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള റൂമായിരുന്നു ഇത്. റൂമിലെത്തിയ ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആകാമെന്ന് കരുതി. കാരണം ഇത്തിരി നേരം വെറുതെ ഇരുന്നാല് ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ. തിരുമാന്താംകുന്ന് വരുവാണെങ്കിൽ ദാ ഈ ഉടുപ്പി ഹോട്ടൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്ടോ. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇവിടെ ചായ കുടിക്കാനായിട്ട് കയറിയത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചായയും സ്നാക്സും ദോശയും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വേറെ കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. വടക്കൻ കേരളത്തിലെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, അധികം തിരക്കില്ലാത്ത ഈ ഒരു അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് തിരുമാന്താംകുന്ന് എന്ന് പറയുന്നത്. കുഞ്ഞമ്മ തിരൂര് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ തിരുമാന്താംകുന്ന് വരുന്നത്. അമ്പലത്തിന്റെ മുന്നിലുള്ള കാഴ്ചയെക്കാളും വളരെ മനോഹരമാണ് ഈ പിന്നിലുള്ള കാഴ്ച. അമ്പലത്തിൽ പൂരം നടക്കുന്ന സമയത്ത് ഈ പടവുകളൊക്കെ ആന തിടമ്പേറ്റി വരുന്നതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ട് തോന്നും. ഇവിടെ വരുന്ന ഓരോ തവണയും ഞങ്ങൾ ഈ അമ്പലത്തിന്റെ പുറകു വശത്തേക്ക് പോവാറുണ്ട്. അമ്പലക്കുളവും ആൽമരവും അതിന്റെ അപ്പുറത്തേക്ക് പാടവരമ്പുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മംഗല്യപൂജയ്ക്ക് ഏറെ പേരുകേട്ട ഒരു അമ്പലമാണ് തിരുമാന്താംകുന്ന് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പരമശിവനും പാർവതിയുമാണ്. ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. മാന്തത്തെ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വലിയൊരു ശിവഭക്തനായിരുന്നു. രാജാവിന്റെ ഭക്തി കണ്ട് പ്രീതിപ്പെട്ട പരമശിവൻ കൈലാസത്തിലെ പാർവതി പൂജിച്ചുകൊണ്ടിരുന്ന ശിവലിംഗം ഇദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. പാർവതി പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം പരമശിവൻ ഇങ്ങനെ എടുത്ത് മാന്തത്തയ്ക്ക് കൊടുത്തത് പാർവതിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടായില്ല. താൻ നിത്യം പൂജിച്ചുകൊണ്ടിരുന്ന ശിവലിംഗം കാണാതെ പാർവതി ശിവനോട് ഇത് അന്വേഷിക്കും. നടന്ന കാര്യങ്ങളൊക്കെ പരമശിവൻ പാർവതിയോട് പറയും. ഇത് കേട്ട് പാർവതിക്ക് അത്ര അങ്ങോട്ട് സഹിക്കാനായില്ല. പാർവതി ഭൂതഗണങ്ങളെയും കൂട്ടി മാന്തത്തയുടെ അടുത്തേക്ക് യുദ്ധത്തിനായി പോയി. 15 ദിവസത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു. പക്ഷെ ഫൈനലി പാർവതി തീരുമാനിച്ചു, ഭഗവാന് താല്പര്യമില്ലാതെ എനിക്ക് ഈ ഒരു ശിവലിംഗം എടുത്ത് കൈലാസത്തിൽ പോണമെന്ന് താല്പര്യമില്ല. അങ്ങനെ തിരുമാന്താംകുന്ന് പാർവതിയും ശിവനോടൊപ്പം ഇരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് ഇവിടെ തന്നെ ഇരുന്നു പോകുമല്ലേ. എനിക്ക് ഈ അമ്പലത്തിന്റെ പുറകിൽ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും പണ്ടൊക്കെ നമ്മൾ മലയാള സിനിമയിൽ കാണുന്ന ഒരു ഫ്രെയിംസ് ഉണ്ടല്ലോ. പണ്ട് മഞ്ജു വാര്യരും കാവ്യമാധവനൊക്കെ പാടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ ധാവണിയൊക്കെ ഇട്ടിട്ട് ഓടുന്ന ആ ഒരു സ്ഥലം എന്റെ മനസ്സിലേക്ക് അതാണ് വന്നത് ട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ആ പാടത്തിന്റെ വരമ്പിൽ നിന്നിട്ടാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറേയധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സന്ധ്യ മെല്ലെ ആയി തുടങ്ങുന്നുണ്ടായിരുന്നു. എന്നാലും പറ്റുന്ന പോലെയൊക്കെയുള്ള ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ജോലി കഴിഞ്ഞും സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിൽക്കാൻ ഒരു നല്ല കൗതുകം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മേ ബി ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ സ്ഥിരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇവർക്കൊന്നും ഇതിൽ പ്രത്യേകിച്ച് കൗതുകം തോന്നുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ വല്ലപ്പോഴും കാണുന്ന കാഴ്ചയായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇത് മനസ്സിലൊരു പ്രത്യേക കുളിർമയേകി. ഈ പാടത്തിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സല്ലായിരുന്നു ഞാൻ ഇട്ടതെന്നുള്ളത് എനിക്ക് ഫോട്ടോകൾ കണ്ടപ്പോഴാണ് തോന്നിയത്. അടുത്ത വർഷം എന്തായാലും ഈ ഒരു അബദ്ധം ഞാൻ കാണിക്കില്ല. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടാൻ പോകുന്നത് അമ്മയ്ക്കായിരിക്കണം. കാരണം അമ്മയുടെ ഡ്രസ്സിന്റെ കളറും ആ സാരിയും ഒക്കെ ഈ ഒരു പാടവരമ്പത്തിന് നല്ല മാച്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഗിഫ്റ്റാണ് ആ സാരി. അമ്മയ്ക്ക് നാണം വരും. വീഡിയോ വീഡിയോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് രാത്രിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് നാളെ കാണാം. ഇന്നാണ് നമ്മളുടെ പൂജയുടെ ദിവസം. അതായത് ഉണ്ണിച്ചേട്ടനുള്ള മംഗല്യ പൂജയുടെ ദിവസം. വർഷത്തിൽ ഓരോ പൂജ എന്നുള്ള രീതിയിൽ 3 തവണയായിട്ട് 3 വർഷങ്ങളിലാണ് പൂജകൾ നടത്തുന്നത്. ഇതിപ്പോ രണ്ടാമത്തെ ഘട്ടമാണ്. അതായത് രണ്ടാമത്തെ വർഷം. മൂന്നാമത്തെ പൂജയാകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. അടുത്ത തവണ അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ശ്രീയും കൂടെ ഉണ്ടാവും. പൂജയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ പാത്രമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. പായസവും മറ്റ് നിവേദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് കൊണ്ടുപോവാനായിട്ട് പാത്രം കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. അമ്പലത്തിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് ഇങ്ങനെ വളയും കമ്മലും ഒക്കെ വാങ്ങുന്നത് ഒരു രസമുള്ള പരിപാടിയാണല്ലേ. ഇതിലിതേ ആ വൈറ്റ് സ്റ്റോൺ വെച്ച കമ്മലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തുള്ള ചെറിയ കടകൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ മറന്നാലും ഏട്ടൻ ഇവിടെ പോകുന്നതും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി തരുന്നതും മറക്കാറില്ല.
തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന കുപ്പിവള കടയിൽ നിന്ന് ഞാനിങ്ങനെ മിക്സഡ് കളറിലുള്ള കുപ്പിവളകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 ഡസൻ എനിക്ക് വേണ്ടിയിട്ടും 1 ഡസൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടും. ഇനി നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വെക്കാണ്. നമുക്ക് പോവേണ്ട സമയം ആവുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അമ്പലത്തിൽ നിന്ന് തന്നെ കഴിക്കാനായിട്ടാണ്. ഇന്നത്തെ ദിവസം ആയപ്പോഴത്തേക്കും നല്ല വെയിലും ചൂടും എനിക്ക് തോന്നുന്നുണ്ട്. സൺ പ്രൊട്ടക്റ്റ് ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫേസ് നല്ല കരിവാളിച്ചിരിക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ് പതിവിൽ നിന്നും കുറച്ചധികം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ യാത്ര ഞാൻ ഒരൊറ്റ പാർട്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ ഇത്രയിടത്തോളം കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ട്ടോ. ഒരുപാട് സമയവും എഫേർട്ടും ഒക്കെ എടുത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ കമന്റ്സും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അമ്പലത്തിൽ നിന്ന് ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് ഉണ്ണിച്ചേട്ടൻ നേരെ നിലമ്പൂർക്കും ഞങ്ങൾ നേരെ നാട്ടിലേക്കും. ഇത്തവണത്തെ യാത്ര കഴിഞ്ഞ തവണത്തേതുപോലെ അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകുമ്പോൾ സീറ്റ് കിട്ടുമോ എന്നുള്ളതൊരു സംശയമായിരുന്നു. പക്ഷെ എല്ലാവർക്കും തന്നെ സീറ്റ് കിട്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത വർഷം ഞങ്ങളുടെ നിലമ്പൂർ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു സന്തോഷത്തിലും പ്രാർത്ഥനയിലും ഈ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ എന്നത്തെ പോലെ നമ്മുടെ കഥകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.